കഴിഞ്ഞ യാത്രയിൽ ഒരു വ്യത്യസ്തനായ പാമ്പിനെ ക്യാമറയിൽ പകർത്താൻ സാധിച്ചു. ഒന്ന് കണ്ടു നോക്കൂ. ഈ പാമ്പിനെ പൊതുവെ ചോലമണ്ഡലി എന്ന് പറയുമെങ്കിലും കണ്ട സ്ഥലം ഏതാണോ അതനുസരിച്ച് വേണം ഈ പാമ്പ് ഏതാണെന്ന് പറയാൻ പറ്റുക. മുമ്പ് ഇതെല്ലാം ഒറ്റ പാമ്പാണെങ്കിലും അവസാനം നടത്തിയ പഠനത്തിൽ ഇത് 3 തരം ആണെന്ന് മനസ്സിലാക്കി. തിരുവനന്തപുരത്തെ അഗസ്ത്യമല മുതൽ ചെങ്കോട്ട വരെ ഇതിനെ ട്രാവൻകൂർ പിറ്റ് വൈപ്പർ എന്നാണ് വിളിക്കുക. ഈ ചെങ്കോട്ട വിടവ് മുതൽ നെല്ലിയാമ്പതി വരെ ഇതിനെ ആനമലൈ പിറ്റ് വൈപ്പർ എന്നും പറയും. ഇനി പാലക്കാട് ഗ്യാപ്പിന് ശേഷമുള്ള മണ്ണാർക്കാടിന് മേലെയാണ് ഈ പാമ്പിനെ കാണുന്നതെങ്കിൽ ഇതിനെ മലബാർ പിറ്റ് വൈപ്പർ എന്നാണ് പറയാറ്. നെല്ലിയാമ്പതിയിൽ നിന്നും ലഭിച്ചതുകൊണ്ട് ഞാൻ ഇതിനെ ആനമലൈ പിറ്റ് വൈപ്പർ എന്നാണ് പറയുന്നത്. വ്യത്യസ്തൻ എന്ന് വിളിക്കാൻ വേറൊരു കാരണം ഈ ഒരേ പാമ്പ് തന്നെ പല നിറങ്ങളിൽ കാണാറുണ്ട്. പൊതുവെ മെല്ലെ സഞ്ചരിക്കുന്ന ഈ പാമ്പ് അറ്റാക്ക് ചെയ്യുന്നത് വളരെ സ്പീഡിലായിരിക്കും. ആൾ ഒരേ സ്ഥലത്ത് തന്നെ മാസങ്ങളോളം കിടക്കാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് പെട്ടെന്ന് ഇര മുന്നിലേക്ക് വരുമ്പോൾ ചാടി അറ്റാക്ക് ചെയ്യുന്ന ജീവികളെ ആംബുഷ് പ്രൊഡക്ടർ എന്നാണ് പറയാറ്. ഇത് കടിച്ചുള്ള മരണ റിപ്പോർട്ടിംഗ് വളരെ കുറവാണ്. പക്ഷേ കടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ആശുപത്രിയിലേക്ക് എത്തിക്കുക തന്നെ വേണം. കുട്ടികൾക്കും അസുഖമുള്ളവർക്കെല്ലാം ഇതിൻ്റെ കടി മാരകമായേക്കാം. മരണകാരണമാവാത്തത് കൊണ്ടായിരിക്കും ഇതിനുള്ള ആൻറ്റി സ്നേക്ക് വനം ഇന്ത്യയിലില്ല. സിംറ്റംസ് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കാറ്. നിങ്ങൾ ട്രക്കിങ്ങിന് പോകാറുണ്ട് എങ്കിൽ മരങ്ങളിൽ പിടിക്കുമ്പോഴും പാറകളുടെ അടിയിലൊക്കെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചേക്കണേ. വാഴച്ചാൽ വെച്ച് പാറ മാറ്റുന്നതിനിടയിൽ ഒരു സുഹൃത്തിന് ഇതിൻ്റെ കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ആൾ രക്ഷപ്പെടുകയും ചെയ്തു. ഇതൊരു പുതിയ അറിവാണെങ്കിൽ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് കാട്ടിൽ പോകുന്നവർക്ക് അയച്ചു കൊടുക്കണേ. താല്പര്യമുള്ളവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ.